നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സമീപകാലത്ത് ഏറ്റവും അധികം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമായിരുന്നു വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു സുപ്രധാന വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് മാസപ്പടി കേസിൽ വീണ വിജയനെ ചോദ്യം ചെയ്തിരുന്നു എന്നാണ് ROC പറയുന്നത്. മാസപ്പടി കേസിൽ വീണ വിജയന്റെ മൊഴിയെടുത്തിരുന്നു എന്നും SFIO അന്വേഷണം ആരംഭിച്ചത് 2021 തന്നെയാണെന്നും സുപ്രധാന വെളിപ്പെടുത്തലുകളുമായി ഇപ്പോൾ ROC രംഗത്ത് വന്നിരിക്കുന്നു. 2021 മാസപ്പടി കേസിൽ അന്വേഷണം ആരംഭിച്ചതെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വ്യക്തമാക്കുന്നു. സോഫ്റ്റ്വെയർ കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRലും തമ്മിലുള്ള ദുരൂഹ ഇടപാടിൽ 3 വർഷം മുമ്പ് അന്വേഷണം തുടങ്ങിയെന്നും SFIO കർണാടക ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. എതിർ സത്യവാങ്മൂലത്തിലാണ് വീണയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള SFIOയുടെ വെളിപ്പെടുത്തൽ. 2021 ജനുവരിയിലാണ് ചട്ടവിരുദ്ധ ഇടപാടിൽ അന്വേഷണം തുടങ്ങിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക്കിന്റെ ഉടമയായ വീണ വിജയനിൽ നിന്ന് 2022 ജൂലൈ 28 നേരിട്ട് മൊഴിയെടുത്തിരുന്നു. ബംഗളൂരു ROCയിലെ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെയാണ് വീണ ചോദ്യം ചെയ്യലിനും മൊഴിയെടുക്കലിനും ഹാജരായത്. വീണ വിജയനെ പിഴയിട്ടിരുന്നതായും 2022 നവംബറിലാണ് എക്സാലോജിക് പൂട്ടിയതെന്നും SFIO കോടതിയെ അറിയിച്ചു. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് ഹർജി നൽകിയിരുന്നു. SFIO ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിന് കർണാടക ഹൈക്കോടതി നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ഹർജിയിൽ വിധി പറയും വരെ വീണയെ അറസ്റ്റ് ചെയ്യരുതെന്ന് SFIOയ്ക്കും നിർദ്ദേശമുണ്ട്. ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും വീണ വിജയൻ കുടുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ വിജയനെ വീണ്ടും അറസ്റ്റ് ഭീതിയിലാണ് ഇപ്പോൾ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ പോയതും കേരള ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെങ്കിലും അതിനുമൊക്കെ തന്നെ അറസ്റ്റ് ഭീതി നേരിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ SFIO അന്വേഷണം തുടരരുത്, അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. പക്ഷേ വീണയ്ക്ക് കുരുക്കായി മാറുകയാണ് ആ ഹർജിയിൽ എതിർ സത്യവാങ്മൂലം നൽകുമ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്.